നമുക്ക് പലപ്പോഴും ആൻസൈറ്റി ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് നമ്മളെപ്പറ്റി ഒരു സെൽഫ് റിയലൈസേഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. പണ്ടെല്ലാം മുനിമാരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, കാട്ടിൽ പോയി തപസ്സൊക്കെ ചെയ്ത് സെൽഫ് റിയലൈസേഷനൊക്കെ നേടിയെടുക്കും അല്ലേ. പക്ഷേ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് ഒന്ന് ലാപ്ടോപ്പ് സിസ്റ്റം ഓൺ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ട്രേഡ് ചെയ്താൽ മതി. നിങ്ങൾ ഗ്രീഡ്ഫുള്ളാണോ ഫിയർഫുള്ളാണോ, നിങ്ങളുടെ ഇമോഷൻ എന്താണ്, നിങ്ങൾക്ക് എന്തോരം റിയലൈസേഷൻ നിങ്ങളെപ്പറ്റി ഉണ്ട് എന്നുള്ളതെല്ലാം തന്നെ അത് കാണിച്ചു തരും. നമ്മുടെ എല്ലാ ഇമോഷൻസും അത് പറക്കിയെടുത്ത് ഫ്രണ്ടിലെടുത്ത് വെച്ച് തരും അല്ലേ. അതെ. അപ്പോൾ ആ റിയലൈസേഷൻ ഇല്ല എന്നുള്ളതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ആ റിയലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ എപ്പോഴാണ് ആൻഷ്യസ് ആവുന്നത്. ചില ആൾക്കാർ അവർക്ക് തന്നെ മനസ്സിലാവാറില്ല, അവർക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അവരെന്നും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ അവർ പല കാര്യങ്ങളിലും ആൻഷ്യസ് ആണ് എന്ന് അവർ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് നമ്മളെപ്പറ്റി ഒരു റിയലൈസേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അതപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക്, ബേസിക്കലി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് ബ്രീത്ത് എടുക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട് കാണും. നമ്മുടെ ഹാർട്ട് റേറ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഒത്തിരി ഒരു അൺഈസ്നെസ്, ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. ചിലർക്ക് ഒരു ചെസ്റ്റിൽ ഒരു ചെറിയ എന്തോ ഒരു വെയിറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഫീലിംഗ് കാണും. നമുക്ക് ഒത്തിരി നമ്മുടെ ബ്ലഡ് പ്രഷർ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്ന പോലൊരു ഫീലിംഗ് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ഫീലിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളോട് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ദേഷ്യപ്പെടാൻ തോന്നും, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടും. ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ റേസ് ആവും. ഇതെല്ലാം കാണിക്കുന്നത് നമുക്ക് ആൻസൈറ്റി ഡിസോർഡർ ഉണ്ട്, ആൻസൈറ്റി ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ.